ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1735. ഇന്ന് സെപ്റ്റംബർ മാസം 30 274 ദിവസത്തിലെത്തി. അങ്ങനെ 9 മാസത്തിന്റെ ഒടുവിലത്തെ ദിനത്തിലാണ്. ക്രിസ്തുയേശു യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന ആ വലിയ മഹത്തായ അത്ഭുതം വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കേണ്ടതാണ്. ജീവന്റെ ഉടമയും ജീവിതത്തിന്റെ ഉടമസ്ഥനുമൊക്കെയായ ദൈവം മരണത്തിലേക്ക് കടന്നുപോയ ഒരു പെൺകുട്ടിയെ അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. അവൾ അതുവരെ ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ നിദ്രയിൽ നിന്ന് ഉണർവിന്റെ അനുഭൂതിയിലേക്കും മടക്കിക്കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞ് ആ മുറിയില് ഒപ്പം ചുറ്റി നിന്നിരുന്ന വേണ്ടപ്പെട്ടവരെ, പുറത്തെ ആൾക്കൂട്ടത്തെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്നു. ആരോടും ഒന്നും അധികം പറയണ്ട. പിന്നെ അവൾക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം. ഒരു ചെറിയ കാര്യത്തിലേക്ക് ക്രിസ്തുയേശുവിന്റെ ശ്രദ്ധയും താല്പര്യവും ആഭിമുഖ്യവും ഒക്കെ എത്തുകയാണ്. ഇങ്ങനെ മരിച്ചു കിടന്ന മണിക്കൂറുകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരാൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്ന കാര്യം സന്തോഷ ബഹളങ്ങൾക്കിടയിൽ വിട്ടുപോകരുത്. ക്രിസ്തുയേശു എത്ര കാര്യമായിട്ടാണ് എന്നെ നിങ്ങളെയുമൊക്കെ പലതും പഠിപ്പിക്കാനും ഓർപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. മാതാപിതാക്കളൊക്കെ മനസ്സിലാക്കണ്ടേ, ഇങ്ങനെ ജനിച്ചത് കൊണ്ട് ആരും തനിയെ വളരുന്നില്ല. ജനിക്കാനൊരു ഇടം അവർക്ക് ഒരുക്കി കൊടുത്തതുപോലെ അവർക്ക് വളരാനും സ്വാഭാവികമായ ഒരു വളർച്ച പ്രാപിപ്പാനുമായിട്ട് അങ്ങനെ തനിയെ നിൽക്കാനൊക്കെ ആയിട്ട് ഒരു പ്രാപ്തിയിലേക്ക്, ധൈര്യത്തിലേക്ക് അവരെ രൂപാന്തരപ്പെടുത്താനായിട്ട് വളരാനും ഒരു ഇടം ഒരുക്കണം. അത് മാതാപിതാക്കള് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. ശരിക്കും ഒരു മനുഷ്യക്കുഞ്ഞിനെ എടുത്താൽ തനിയെ നിൽക്കാനും അതിനുള്ള പ്രാപ്തിയും ധൈര്യവും രൂപപ്പെടുന്ന കാലം വരെ എല്ലാവരും സംരക്ഷിക്കപ്പെടണം. എല്ലാവരും ജനിച്ചു എന്നതിന്റെ പേരില് എല്ലാവരും വളരണമെന്നില്ല. ജീവൻ നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് ജീവിതം നൽകുക എന്നത്. മാതാപിതാക്കളായ നമ്മൾ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ ഉൾക്കൊള്ളട്ടെ. ജീവൻ നൽകുന്നതിനേക്കാളും പ്രധാനമാണ് ജീവിതം നൽകുക എന്നത്. ക്രിസ്തുയേശു അത് നമ്മളെ മാതൃകാപരമായി പല സംഭവങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.